നിലമ്പൂർ വഴിക്കടവിൽ സ്വകാര്യ വ്യക്തി നടത്തിയ നിയമലംഘനത്തിൽ സർക്കാരിനോ KSEBിക്കോ ബന്ധമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അതേസമയം വനം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. നിലമ്പൂർ വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാരാണ് ഉത്തരവാദി എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തു വന്നു. ഇത്തരം കാര്യങ്ങളിൽ വന്യജീവി ആക്രമണ കാര്യങ്ങളിൽ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു വനം മന്ത്രി ഒരു കാര്യവും ഇതുവരെ ചെയ്യാതെ വനാതിർത്തികളിലെ ജനങ്ങളെ വന്യജീവികളുടെ വിട്ടുകൊടുത്തുകൊണ്ട് വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണ്. കേസിലെ പ്രതി വിനീഷ് കോൺഗ്രസുകാരനാണെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം ഇങ്ങനെ: ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എവിടെയാണ് ഇത്തരം മരണങ്ങൾ ഉണ്ടായാൽ പ്രതിഷേധം ഉണ്ടാകാതിരിക്കുന്നത്? എവിടെയാണ്? എല്ലാ സ്ഥലത്തും UDF ജനങ്ങൾ ഇറങ്ങിയല്ലേ. വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത്, ഇതുപോലെ അപകട മരണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ആളുകൾ രാത്രി പ്രതിഷേധിക്കില്ലേ? ഇനി കോൺഗ്രസ് ആണെങ്കിൽ എന്താ പ്രതി? UDF ഗൂഢാലോചന നടത്തി കുഞ്ഞിനെ കൊല്ലായിരുന്നു. അതാണ് നിങ്ങൾ പറയണത്, അതാണോ നിങ്ങൾ സംസാരിച്ചത്? അതേസമയം സർക്കാർ വിരുദ്ധ വികാരമുണ്ടാക്കാൻ പ്രതിപക്ഷം ബോധപൂർവമായ ശ്രമം നടത്തുകയാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. സ്വകാര്യ വ്യക്തി കാട്ടിയ നീലവ്യംഗ്യത്തിന്റെ KSEBിയെയും സർക്കാരിനെയും പഴി പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അല്ല വനത്തിന്റെ അതിർത്തി എന്ന് വെളിയിൽ വരുമ്പോൾ അത് ചെയ്യാനുള്ള അധികാരവും പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്താണ് തീരുമാനിക്കുന്നത് കാട്ടുപന്നി ശല്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ജനപ്രതിനിധികൾക്ക് ചീഫ് വൈൽഡ് ലൈഫിന് കൊടുത്ത അധികാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുത്തിരിക്കുന്നത്. അത് ഉപയോഗിക്കണ്ടേ? ആ വീഴ്ചകൾ നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. അത് അവിടെ അത് വീഴ്ച വന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെയൊക്കെ നേതൃത്വത്തിലല്ലേ. പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണെന്ന് വനമന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു. ഞാൻ പറഞ്ഞത് പ്രതിഷേധങ്ങൾ നടത്തിയതിനെ കുറിച്ചാണല്ലോ. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുമ്പോൾ സംശയം സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. ആ സ്വാഭാവികമായ സംശയം ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞതാണല്ലോ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.